അപ്പോൾ നമ്മളങ്ങനെ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മളങ്ങനെ തിരിച്ചെത്തിയിരിക്കുന്നത്. നമ്മൾ വേറെ ഒന്നുമല്ല, പ്രൈം കുട്ടനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ട്രിപ്പ് നമുക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ വണ്ടി നമ്മളെ ചെളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ അടുത്ത് പോയി കാണിച്ചു തരുന്നത്. നമ്മളങ്ങനെ ലഗേജ് ബോക്സ് ഒക്കെ നമ്മളെ ടൂൾ ബോക്സും നമ്മളെ സ്റ്റെപ്പിനൊക്കെ വെക്കുന്നത് തുറന്നിടാൻ കാരണം തന്നെ വേറെ ഒന്നുമല്ല, നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പൊടിയൊക്കെ ക്ലീൻ ചെയ്തു, അതുകൊണ്ടൊന്ന് വെറുതെ തുറന്നിട്ടാണ് ഗൈസ്. നമ്മളങ്ങനെ പൊടിയും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. നമ്മളെ വണ്ടിക്ക് അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മളൊരു ചെറിയ നല്ല രീതിക്ക് ഒരു ഓഫ് റോഡ് പോലെയല്ലേ നമ്മൾ പോയിട്ട് വന്നത്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ റൂം എടുത്ത സ്ഥലമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മളിന്ന് വണ്ടി ഇന്നലെ പാർക്ക് ചെയ്തത്. വണ്ടി ഇറങ്ങുമ്പോൾ കുറച്ച് ആ ഫുട് പാത്ത് കൂടെ കുറച്ച് തട്ടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ ഓണർ. ഇന്നലെ കയറുമ്പോഴേ തട്ടിയിട്ടാണ് ഗൈസ് കയറി തന്നെ. ലിപ്പല്ല തട്ടുന്നത്, നമ്മളെ ടയർ ഭാഗമാണ് തട്ടുന്നത് തന്നെ. ലിപ്പിന്റെ ആ ഭാഗമൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ പ്രൊഫഷണൽ ആയവർക്ക് പിന്നെ കേട്ട് എടുക്കാം. അവിടെ ആ ഗ്യാപ്പ് വരുന്നോണ്ടാണ് ഗൈസ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളങ്ങനെ വളച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ ഇങ്ങനെ ഇറക്കണം. ബേക്ക് ടയർ തട്ടുന്നുണ്ടോന്നൊരു സംശയമുണ്ടേ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ വളച്ച് നേരെ തട്ടിയിട്ടൊക്കെ തന്നെയാണ് ഗൈസ് നമ്മൾ വരുന്നത്. നമ്മളെ ഇത്രയും വലിയ വണ്ടിയല്ലേ, പിന്നെ എന്ത് ചെയ്യാൻ കഴിയും. ഇവിടെ എന്താ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടേ. നമ്മളങ്ങനെ റോട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഗ്രീൻ സിഗ്നലായി. പിന്നെ നമ്മളൊന്നും നോക്കില്ല, തിരക്ക് പിടിച്ചാൽ നമ്മളും പോവാണ് സ്പീഡിൽ. നമുക്ക് പിന്നെ അത്ര തിരക്കാണല്ലോ ഗൈസ്. പിന്നെ നമ്മൾ ആരെയും അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടല്ലോ, നമ്മളങ്ങനെ ട്രിപ്പും കാര്യങ്ങളും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഗൈസ് നമ്മളങ്ങനെ സ്പീഡിൽ പോകുന്നത്. ബൈ ദ വേ നമ്മളോട് ഇപ്പോൾ ആരും ഇല്ല ഗൈസ്, നമ്മളെ വണ്ടിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മിണ്ടിയും പറഞ്ഞൊക്കെ പോവായിരുന്നു. ചളിയൊക്കെ അടിച്ച് നമുക്ക് ഇങ്ങനെ പോവായിരുന്നു. ഒന്ന് പാച്ചുനൊന്ന് വിളിച്ചു നോക്കാം ഗൈസ്. ഹലോ പാച്ചു, നീ എന്താണ് ഞാൻ രാവിലെ ഫോൺ വിളിച്ചപ്പോ നീ എന്താ എടുക്കാത്തേ? എടാ ഞാൻ കണ്ടില്ല, എന്റെ ഫോൺ ഇന്നലെ തൊട്ട് സ്വിച്ച് ഓഫ് ആയിരുന്നു. അവിടെ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. നിന്റെ വീട്ടിൽ അവിടെ കറണ്ട് ഉണ്ടായിരുന്നോ? ആ, അവിടെ ഉണ്ടായിരുന്നു. നീ എന്താ ഇങ്ങനെ ശബ്ദത്തിന് എന്തെങ്കിലും പറ്റിയോടാ? എടാ ശബ്ദത്തിനൊന്നും പറ്റിയതല്ലടാ, ഞാൻ പറഞ്ഞപ്പോ ഒന്ന് വെള്ളി വീണേ. ഓക്കേടാ, ഇപ്പൊ നമ്മൾ പോകുന്ന റോഡ് എന്ന് പറയുന്നത് ഗൈസ് നമ്മൾ ചുരം പോലത്തെ ഒരു വഴിയാണ്. ഒരു ഹെവി വണ്ടിക്ക് പോകാൻ പറ്റിയ ഒരു ചുരം എന്ന് വേണമെങ്കിൽ പറയാട്ടോ. ചുരത്തിന്റെ ഫുൾ നെയിം എനിക്ക് അറിയില്ല, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. ആടാ, ഞാൻ വ്ലോഗ് എടുക്കുന്നടാ. നീ കേറിയപ്പോ ഞാൻ പറയാൻ മറന്നുപോയി, സോറി. കുഴപ്പമൊന്നുമില്ല. നീ ഒരു പാട്ടിട്ടെ, നിന്റെ ഫോണിലൊരു പാട്ടിട്ടെ. എന്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കുകയാണ്, നീ ഒന്ന് പാട്ടിട്ടെ. അതിനെന്താ, ഞാൻ ഇപ്പൊ ഇട്ടാലോ, ഞാൻ പാട്ടിടാം. ഏതാ കണക്ട്? JBL അല്ലേ? JBL. ഓക്കെ, എടാ നല്ലൊരു പാട്ട് വെക്ക്, അടിപൊളി പാട്ട്. ഓക്കെ, പിന്നെ അല്ലാണ്ട് പിന്നെ നമ്മളെ വണ്ടിയിൽ പിന്നെ ചൊപ്പ പാട്ട് വെക്കോടാ. പിന്നല്ലേ, പിന്നെ അതൊക്കെ അത്രേ ഉള്ളൂ. എടാ ഈ റോഡൊക്കെ എന്ന് പറയുന്നതല്ലേ നല്ല ഓവർടേക്ക് ഒക്കെ പറ്റിയ റോഡാണ്. ഞാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നീ ഓടിക്കുന്നുണ്ടോ വണ്ടി? എടാ നീ വണ്ടി ഓടിക്കണ്ടോന്ന്. നീ എന്താ പാട്ടില് ലയിച്ചിക്കുക? ഞാൻ പാട്ടിൽ ലയിച്ചിട്ടുന്നില്ലെന്ന് പഴയകാലം ഓർത്തു പോയാ. എന്ത് കാര്യടാ നീ ഓർത്തേ, ഒന്ന് പറയടാ. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, വലിയ പ്രണയത്തിന്റെ ആണോ? ഒന്ന് പോടാ. ഗൈസ്, നമ്മുടെ പാച്ചുവിന് എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. അത് ചോർച്ചയാണ് ഗൈസ്, ആരോടും പറയണ്ടെന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. നമ്മളങ്ങനെ ചെറിയൊരു പറ്റിയിരിക്കുന്നത് ഗൈസ്. നമ്മളങ്ങനെ റോഡിൽ അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരക്കാണ് ഗൈസ്, കുറച്ച് തിരക്കാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടായിരിക്കാം. എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഞാൻ സംസാരിക്കാത്ത, പാട്ട് വന്നോണ്ടല്ലേ ഞാൻ സംസാരിക്കാത്ത. അല്ലെങ്കിൽ നമുക്കും കേൾക്കില്ല, പിന്നെ നമ്മളെ വ്ളോഗേഴ്സിനും കേൾക്കില്ല. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാത്ത. അതിന്റെ ആ വരിക്ക് വേണ്ടി ഞാനും കേട്ടിട്ടുണ്ട് ഈ പാട്ട്. പിന്നെ പൊളിയാണ് ഈ പാട്ട്, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഹൈലൈറ്റ് ആക്കിയൊക്കെ പാട്ട് ഇടും. അടി ഇനി ഒന്നും സംസാരിക്കല്ലേ, നമുക്ക് ഇനി കുറച്ചേരം പാട്ട് കേൾക്കാം. നീ പറഞ്ഞ ശരിയാ, നമുക്ക് കുറച്ചേരം പാട്ട് കേൾക്കാം. പൂഞ്ചിറകുകൾ നേടി വാനിൻ അതിരുകൾ തേടി സ്വപ്നങ്ങൾ നെയ്തും നവരത്നങ്ങൾ പെയ്തും അറിയാതെ അറിയാതെ അമൃത സരസിൻ കരയിൽ പൊൻവീണി എന്നുള്ളിൽ മൗനം വാങ്ങൂ ജന്മങ്ങൾ പുൽകും നാദം നൽകൂ മണ്ണിന്നേകും ഏതോ കാവ്യം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി മൗനം വാങ്ങൂ
നാദം നൽകൂ. എടാ പാട്ട് സൂപ്പർ. നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ നമുക്ക് മഴയത്തൊക്കെ മഴയത്ത് എല്ലാവരും ഉള്ളിൽ ബസ്സിൽ ഇപ്പൊ ഈ പാട്ടൊക്കെ വെച്ചിട്ട് പോകുമ്പോ കിണ്ണാവും കേട്ടോ ഗൈസ്. അതെ നീ പറഞ്ഞ ശരി. ഈ മഴയത്ത് ഈ പാട്ടൊക്കെ വെച്ച് പോകുമ്പോ ഉണ്ടല്ലോ ഒരു റോട്ടിൽ വണ്ടി പോലും പാടില്ല, അങ്ങനത്തെ ഒരു അന്തരീക്ഷമായിരിക്കും. അടിപൊളി. അതെ നീ പറഞ്ഞ ശരിയാ. പാട്ട് വെച്ച് പോകുമ്പോ ഒരു കിണ്ണാണ്. വേറെ ബസ്സിലൊക്കെ പാട്ട് വെച്ച് പോകുമ്പോ കിണ്ണാണ്. ഇതെന്താ നമ്മളെ ലോറി വന്നിട്ടുണ്ടല്ലോ, എന്റെ മുന്നിൽ ഇടിച്ച് ഒച്ച ഗൈസ്. ചെറുതായിട്ടൊന്ന് ചെറിയ ക്രാഷ്, ലോറി ക്രാഷ് ആണ് ഇവിടെ ഗൈസ് സംഭവിച്ചത്. ഗൈസ് സീനായെന്ന് തോന്നുന്നു. നമ്മളെ ഹെഡ്ലൈറ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടി ഗൈസ്. 1 hour later. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ കുറേ നേരമായിട്ട് നമ്മളങ്ങനെ നിന്നു. 1 മണിക്കൂറോളം നമ്മളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സീനായി. നമ്മളെ പൈസയൊക്കെ ചോദിച്ചു, പൈസ കൊടുക്കേണ്ട അവസ്ഥയായി. നമ്മളെ ഭാഗത്താണ് തെറ്റി. നമ്മള് ഓവർടേക്ക് ചെയ്ത് വരുന്ന വഴിയായിരുന്നു, അയാളാണ് ലോഡ് ഇറക്കിക്കൊണ്ട് വരുന്ന വഴിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ പൈസ കൊടുക്കേണ്ട വന്നു ഗൈസ്. 50,000 കൊടുക്കേണ്ട വന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സൂക്ഷിച്ചു ഓടിക്കുക. പിന്നെ വരാനുള്ള വഴി തങ്ങില്ലല്ലോ, പിന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ഗൈസ് നമ്മള് ഫ്രണ്ടിലുള്ള ആ ബസ്സുകാരനാണ് നമുക്ക് ഓവർടേക്ക് ചെയ്തുമ്പോൾ സ്ഥലം തരണ്ടേ. ആ പട്ടിയാണെങ്കിൽ നമുക്ക് തന്നിട്ടില്ല ഗൈസ്. അതും കൂടെയാണ് ഗൈസ് നമ്മളങ്ങനെ കയറി ഇടിക്കേണ്ട ഒരു അവസ്ഥ വന്ന്. നമുക്ക് പിന്നെ ബ്രേക്ക് ചവിട്ടേണ്ടതായിട്ട് നമുക്ക് വന്നില്ല. അങ്ങനെ ബ്രേക്ക് ഇടിച്ചപ്പോഴാണ് ഗൈസ് ചവിട്ടേണ്ടതായിട്ട് വന്നത്. എന്ത് മണ്ടത്തരായിരുന്നു ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഓവർടേക്ക് ചെയ്യണ്ടായിരുന്നു, നമുക്ക് നേരെ ഇങ്ങനെ പോയാൽ മതിയായിരുന്നു. എന്റെ മണ്ടത്തരം തന്നെ അല്ലാണ്ട്. ഇപ്പൊ ഗൈസ് നമ്മളങ്ങനെ വണ്ടി ഇപ്പൊ കൊണ്ടുവന്ന് നമ്മൾ നേരെ കൂട്ടുകാരന്റെ വർക്ക്ഷോപ്പിലേക്കാണ്. വണ്ടിക്ക് ഹെഡ്ലൈറ്റ് നമ്മൾ പൊട്ടിയതുകൊണ്ട് നമ്മൾ മാറ്റാൻ വേണ്ടി വർക്ക്ഷോപ്പിലേക്കാണ് ഗൈസ് പോകുന്നത്. നമ്മളെ വണ്ടി ഒന്നും കഴുകണ്ടാവില്ല, നമ്മള് പൊടിയും കാര്യങ്ങളൊക്കെ വേറെ ദിവസം നമുക്ക് കഴുകണം. പിന്നെ എന്റെ കൂട്ടുകാരന്റെ വർക്ക്ഷോപ്പിലേക്കാണ് ഗൈസ് നമ്മളിപ്പോ പോകുന്നത്. പിന്നെ അവിടെ ചിലപ്പോൾ കഴുകുന്ന സംവിധാനമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വണ്ടികളൊക്കെ ചീറി പാഞ്ഞ് വരികയാണ് ഗൈസ്. നേരത്തെ വിളിച്ച കാര്യം ഓർക്കുമ്പോൾ വലിയൊരു വിഷമം തന്നെയാണ് ഗൈസ് നമ്മളെ ഉള്ളിൽ. എടാ വന്നത് വന്നു, ഇനി സൂക്ഷിച്ചു ഓടിക്കുക, അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ നമ്മൾ കയറി ഇടിച്ച ലോറി ഇല്ലേ, അവര് നമ്മള് തട്ടിയപ്പോൾ തന്നെ അവര് പോലീസിനെ വിളിക്കും, അവരെ വിളിക്കും, മറ്റവരെ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളോട് പൈസയൊക്കെ നൈസിന് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ഞാൻ 50,000 ഗൈസ് നമ്മളങ്ങനെ കൊടുത്തിരിക്കുന്നത്. മോശമല്ല. പിന്നെ അവരെ വണ്ടിക്ക് അധികം നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്, അവര് സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ അവര് പൈസ കൊടുത്തല്ല അവര് പോലീസ് വിളിക്കുന്നൊക്കെയാണ് ഗൈസ് നമ്മളങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നത്. അവര് പോലീസിനെ വിളിച്ചാലും നമ്മളങ്ങനെ രക്ഷപ്പെടും. പിന്നെ നമ്മളിപ്പോ നിന്ന് കൊടുക്കുവോ ഇപ്പോ? അല്ല ഗൈസ് നമ്മളെ വണ്ടിക്ക് പറ്റിയിരിക്കുന്ന പറയുമ്പോ നമ്മളെ എൻജിൻ കവർ ഇല്ലേ, അവിടത്തെ ഒരു ചെറിയ ഒരു 1.5 ഇഞ്ചുള്ള അവിടെ ഒരു പൊട്ടിയിരിക്കുന്ന. പിന്നെ ഹെഡ്ലൈറ്റിന്റെ ലൈറ്റ് പോയി, അത്രയുള്ള നമ്മളെ വണ്ടിക്ക് പറ്റിയിരിക്കുന്നത്. ലിപ്പൊന്നും ഒരു കുഴപ്പമില്ല, പിന്നെ ആ ഭാഗം മാത്രമാണ് നമുക്ക് റെഡിയാക്കി ഉള്ളത്. പിന്നെ നമ്മളത് പറയണ്ട, നമ്മളിങ്ങനെ സ്പീഡിലൊക്കെ പോകും. പിന്നെ വണ്ടിയാകുമ്പോൾ തട്ടും മുട്ടൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ അത് സാധാരണയാണ്. പിന്നെ അങ്ങനെ സീനാക്കാൻ അങ്ങനെ ഒന്നും നിന്നില്ല. അങ്ങനെ തന്നെ നമ്മൾ വണ്ടിക്കാരെ മര്യാദയ്ക്ക് നമ്മളങ്ങനെ സംസാരിച്ച് തന്നെ നമ്മൾ ഒതുക്കിയത് തന്നെ. ഇപ്പൊ നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളൊരു തട്ടിടാണ്ടപ്പോൾ നമ്മൾ നിർത്തിയാണ്. വൈകുന്നേരം ആയല്ലോ, അപ്പൊ ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ലോറിന്റെ സൈഡിലായിട്ടാണ് നമ്മൾ ചെറുതായിട്ടൊരു പോറല് പോലെ നമ്മളിങ്ങനെ തട്ടിയിട്ടില്ല, എന്നാലും ജസ്റ്റിന് തട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മള് റിവേഴ്സ് എടുത്ത് തന്നെ ആക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് നിർത്തിയിട്ട് നമുക്ക് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മളൊന്ന് നേരെ ഒന്ന് നിർത്തട്ടെ, എന്നിട്ട് നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മളെ ചെറുക്കനെതാ നമ്മളങ്ങനെ ഒതുക്കിയതിന് ശേഷം എഞ്ചിൻ കവറൊക്കെ നമ്മൾ പൊക്കി വെച്ചിരിക്കുകയാണ്. ഇടിച്ച ഭാഗം കാണുമ്പോൾ തന്നെ നല്ല വിഷമമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് എന്തായാലും വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കാണിക്കാത്തതുകൊണ്ട് നമ്മൾ പോവാണ്. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറൊരു കിണ്ണം കാച്ചി വീഡിയോ ആയിട്ട് വരാം. ബൈ.